റിപ്പിൾസ് ഓഫ് ട്രോമ എന്ന ഈ സീരീസിന്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൽഫ് കെയർ എന്നത് സെൽഫിഷായ ഒരു കാര്യമല്ല. നമ്മുടെ ദിനചര്യയിൽ വ്യായാമം, മൈൻഡ്ഫുൾനെസ്, ആവശ്യത്തിനുള്ള വിശ്രമം എന്നിവ ഉൾപ്പെടുത്തുന്നത് സ്ട്രെസ് നിയന്ത്രിക്കുന്നതിനും രോഗശാന്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഫലപ്രദമായ ചില സെൽഫ് കെയർ സ്ട്രാറ്റജീസും അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്നും നമുക്ക് നോക്കാം. എല്ലാ ദിവസവും ഏതാനും ചില നിമിഷങ്ങൾ മാത്രം ചിലവഴിച്ചുകൊണ്ട് സ്ട്രെസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഉദാഹരണത്തിന്, ലളിതമായ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നോക്കാം. സ്വസ്ഥമായി ഒരിടത്ത് ഇരുന്ന ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ചു നേരം ഹോൾഡ് ചെയ്തതിനു ശേഷം സാവധാനത്തിൽ നിശ്വസിക്കുക. അടുത്തതായി വ്യായാമം. വ്യായാമത്തിലൂടെ നാച്ചുറൽ ഹോർമോൺസായ എൻഡോർഫിനുകൾ റിലീസ് ചെയ്യപ്പെടുന്നു. എൻഡോർഫിൻ എന്നത് സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനും പെയിൻ റിലീവ് ചെയ്യുന്നതിനും നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഹോർമോൺസ് ആണ്. ഇതിന് ദൈർഘ്യമേറിയ ഒരു വ്യായാമം ആവശ്യമില്ല. 20 മിനിറ്റ് നേരമുള്ള വേഗത്തിലുള്ള നടത്തം, അതുമല്ലെങ്കിൽ ചെറിയൊരു ഹോം വർക്കൗട്ട്, ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയും എനർജി ലെവലും കൂട്ടുന്നതിന് സഹായിക്കുന്നു. അടുത്തതായി വിശ്രമം. വിശ്രമത്തിന്റെ ഗുണത്തെ ഒരിക്കലും വില കുറച്ച് കാണരുത്. സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനും ശരീരത്തിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനും 7 മുതൽ 9 മണിക്കൂർ വരെയുള്ള ഗുണനിലവാരമുള്ള ഉറക്കം അത്യാവശ്യമാണ്. ഒരു പുസ്തകം വായിക്കുകയോ ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുകയോ പോലുള്ളവ ശാന്തമായി ഉറങ്ങുന്നതിനും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഓർക്കുക, പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റന്റായ ചെറിയ ചുവടുകളാണ് നമ്മുടെ ക്ഷേമത്തിന് ആവശ്യം. താങ്ക് യു ഫോർ ജോയിനിങ് us ടുഡേ. അടുത്ത ആഴ്ചയിൽ ട്രിഗേഴ്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.